തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവതി കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധുക്കൾ മൊഴി നൽകി. എറിയാട് യു ബസാർ പാലമുറ്റം കോളനിയിലെ ഷിനിയാണ് വ്യാഴാഴ്ച മരിച്ചത്. സ്വകാര്യ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളുടെ കളക്ഷൻ ഏജന്റുമാർ ഒന്നിച്ചെത്തി തിരിച്ചടവ് തുകയ്ക്ക് സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് ഷിനി ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. കളക്ഷൻ ഏജന്റുമാരുടെ സമ്മർദ്ദം സഹിക്കാതെ ഷിനി കിടപ്പുമുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നുവെന്ന് സിനിയുടെ ഭർത്താവ് രതീഷിന്റെ അച്ഛൻ രമണൻ പറഞ്ഞു. വീട്ടുകാരും അയൽവാസികളും ചേർന്ന് വാതിൽ പൊളിച്ചപ്പോൾ സീലിംഗ് ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു ഷിനി. ഉടനെ തന്നെ ഷിനിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വായ്പാ തുക തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വന്നതിനെ തുടർന്ന് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഷിനിയെ നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നതായും രമണൻ കുറ്റപ്പെടുത്തി. ലോൺകാരെല്ലാവരും കൂടി ഇവര് തമ്മിൽ എന്തോ പറഞ്ഞത് എൻ്റെ മരുമോൾക്ക് കേട്ടിട്ടുണ്ട്. തയ്ക്കാൻ പറ്റാത്ത എന്തോ കാര്യമാണ്. ഞാൻ കേട്ടില്ല. ഒരു പറഞ്ഞിട്ട് ഇവള് പേരെ വന്നു അത് അടച്ചി. അപ്പം വാതിലടച്ച് ഇരിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഒരു പെണ്ണ് അകത്തൂട്ടങ്ങൾ കയറി വന്നു. സ്റ്റാഫിൻ്റെ ഒരു പെണ്ണ് ശനിയെ വിളിക്ക് വാതിൽ വാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ചേർത്ത് പൊളിക്കാൻ കൊണ്ട് പറ്റൂലെന്ന് പറഞ്ഞു. അപ്പോൾ അവനും പറ്റണില്ല. അങ്ങനെ എന്നോട് പറഞ്ഞു ചേട്ടൻ ആരെങ്കിലും പോയി വിളിക്കുന്നു പറഞ്ഞു. ആ തക്കത്തിന് അവനും വിട്ടു, സ്ഥലം വിട്ടു. അങ്ങനെ അവരുടെ എന്തായ ജനങ്ങൾ മുഴുവനും ഇങ്ങനെ ഓടിക്കുന്നു. ഞാൻ പറഞ്ഞു പണ്ട് എല്ലാവരും ഓടിക്കും വന്നു അതിൽ ഒറ്റ പൊളിച്ച് ഇങ്ങനെ തൂങ്ങിയിരിക്കണേന്ന് വിളി. ഷിനി ജോലി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലും ഇവർ പണം ആവശ്യപ്പെട്ട് പലതവണ എത്തിയതായും വീട്ടുകാർ പറയുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.